മൊബൈൽ ഷോപ്പാണോ? അല്ല, വില്ലേജ് ഓഫീസാണ്. ഞാൻ സ്ട്രിക്റ്റ് ഓഫീസറാണ് ഇവിടുത്തെ. എന്താ റീചാർജ് ചെയ്യാൻ വേണ്ടി വന്നാണോ? അല്ല, മുടി വെട്ടാൻ വന്നതാ, ബാർബർ ഷോപ്പല്ല. നീ ഒരു കൗണ്ടർ ഇങ്ങോട്ട് അടിച്ചു, ഞാനൊരു കൗണ്ടർ അങ്ങോട്ട് അടിച്ചു. രണ്ടും കേൾക്കാത്ത സ്ഥിതിക്ക് മാറ്ററിലേക്ക് കിടക്കാം. എനിക്കൊന്ന് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യണോ? നമ്പർ പറ. 73 56 73 56 36 36 17 17 18 18. തെറ്റി. ആ നമ്പർ തെറ്റി. അവസാനത്തെ നമ്പർ പറഞ്ഞേ 17 18. ആ നമ്പർ തെറ്റി. എന്റെ നമ്പർ എനിക്ക് തെറ്റിയാലും എന്റെ കാമുകിയുടെ നമ്പർ എനിക്ക് തെറ്റില്ല. നിങ്ങളുടെ കാമുകിയുടെ നമ്പർ നിങ്ങൾക്ക് തെറ്റി. 17 18 എന്റെ കാമുകിയുടെ നമ്പറാണ്. എന്റെ കാമുകിയുടെ പേര് നീതു. കഴിഞ്ഞ മാസം വരെ റീചാർജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് ഞാനാണ്. എന്റെയാണ് നീതു. സുഹൃത്തേ, കഴിഞ്ഞ മാസം വരെ താങ്കളാണ് നീതുവിന് റീചാർജ് ചെയ്ത് കൊടുത്തതെങ്കിൽ ഈ മാസം മുതൽ നീതുവിന് റീചാർജ് ചെയ്യുന്ന പുതിയ കാമുകൻ ഞാനാണ്. എന്റെയാണ്. എടാ, എന്റെ നീതുവിന് നീ കഴിഞ്ഞ മാസം റീചാർജ് ചെയ്ത് കൊടുക്കുമല്ലടാ. നമ്പറിന്റെ ലാസ്റ്റ് അക്കൊന്ന് പറഞ്ഞേ 17 18. എടാ, അവള് എന്റെ നീതുവാണ്. കണ്ടില്ലേ? നീതു മൊബൈൽസ്. നീ മൊബൈൽ ഷോപ്പ് തുടങ്ങി അന്ന് തുടങ്ങി ഞാൻ അവൾക്ക് റീചാർജ് ചെയ്ത് കൊടുക്കണതാണ്. ഞാൻ നിങ്ങൾ 3 പേരോട് ഒരു കാര്യം പറയാം. എന്താ? നീതുവിനെ വിളിക്കേ. നീതു തീരുമാനിക്കട്ടെ. ഇത് നമ്മൾ ആരാണ് അവൾക്ക് ഇഷ്ടം? നീതു തീരുമാനിക്കട്ടെ. വേണ്ട വേണ്ട, ഫോൺ വിളി വേണ്ട. അവളെ വിളിച്ച് വരാൻ പറ. ചേട്ടൻ വിളിച്ച് പറ വരട്ടെ. നമ്മളെ 3 പേരെയും കണ്ടിട്ട് നമ്മളിൽ 3 പേരിൽ ആരെയാണ് അവൾക്ക് ഇഷ്ടം അവളെ വിളിക്കും. ഞാൻ അവളെ വിളിക്കും. അവളെ അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ഇഷ്ടമല്ലെന്നത്. ഞാൻ പൊട്ടിത്തെറിക്കും. നീ മിണ്ടരുത്. എന്റെ നീതുവിനെ ഞാൻ വിളിക്കും. എന്റെ നീതുവിന് അനാവശ്യമെല്ലാം പറഞ്ഞോണ്ടല്ലോ നിന്നെ ചെകിട്ടിയാടിച്ച് ഞാൻ വിളിക്കും. മാറി വിളിക്കുന്നു. മിണ്ടി പോരുത്. ചുപ്റ്റക്കോ പട്മഷ്. അങ്ങനെ പറഞ്ഞാ പറ്റുമല്ലോ. അവള് എന്നെ ചതിച്ചല്ലേ. മോളു എവിടെയാണ്? എത്രയും പെട്ടെന്ന് എന്റെ മൊബൈൽ ഷോപ്പിൽ വരണം. 2 തകിട അടിച്ചു. മോള് വന്നില്ലെങ്കിൽ ഇനി തകിട അടിക്കാനില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വന്നു കേട്ടോ. എല്ലായ്പ്പോഴും തേൻ വരാറുള്ള അവളെ വിളിക്കുമ്പോ അപ്പ തേൻ വരും. ഞാനൊരു കാര്യം പറയാം. ഇത് നമ്മളെ തേക്കുന്നെന്നാണ് എന്റെ വിശ്വാസം. ഇത് നമ്മളെ തേക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ 3 പേരും കൂടെ അവളെ കൊടുക്കാനുള്ള പരിപാടി. എന്നെ തേക്കൂല. എന്നെ ഒരിക്കലും തേക്കില്ല. ഉറപ്പെന്താണ്? എന്റെ ഭാര്യയുടെ പേരിട്ട് മൊബൈൽ ഷോപ്പാണിത്. അശ്വതി. എന്റെ ഭാര്യയും മക്കളെയും കടത്തിണ്ണയിൽ ഇറക്കി വിട്ടിട്ട് നീതുവിന്റെ പേരിട്ട് ഞാൻ തുടങ്ങിയ മൊബൈൽ ഷോപ്പാണ്. എന്നെ അവള് ചതിക്കില്ല. ഉറപ്പാണ്. എടാ, ആറ്റിലും തോട്ടിലും നടന്ന് മീൻ പിടിച്ചോണ്ടിരുന്നവനാ ഞാൻ. അറിയാമോ? ഞാൻ ഈ മീൻ കച്ചവടം നടത്തിയ പൈസ മുഴുവൻ ഞാൻ അവക്കാണ്ട് കൊടുത്തത്. മീൻ കച്ചവടം നടത്തി ഞാൻ ഈ വെയിലത്ത് മീനിന്റെ ചെതമ്പലുമായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ തിളക്കമുള്ള ഡ്രസ് ഇട്ടോണ്ട് സിനിമാറ്റിക് ഡാൻസിന് പോവാണോ? അറിയാമോ? അങ്ങനത്തെ അവസ്ഥ വരെ ഉണ്ട്. എനിക്ക് സമ്മതിക്കണം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ നേരം വെളുക്കുമ്പോ പശുവിന്റെ പിറകെ കാളയോ ചാണകം എടുക്കാനായി. ഈ ചാണകം എടുത്ത് മിക്സ് ചെയ്ത് അതിൽ അള്ളു വെച്ചിട്ട് ഓരോ വണ്ടിക്ക് വള്ളു വെക്കുമ്പോ എനിക്കൊരൊറ്റ വിചാരേ ഉള്ളൂ. എന്ത്? ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ എന്റെ നീതുവിന് കൊടുക്കണം. ആ നീതു എന്റെയാണ്. ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. അവള് വിളിച്ചിട്ടുണ്ടല്ലോ. അവള് വരട്ടെ. അവള് വന്നിട്ട് തീരുമാനിക്കാം എന്താന്നുള്ളത്. വരുന്നുണ്ട്. നമ്മൾ വരട്ടെ അവള്. ചേട്ടാ എന്തിനാ എന്നെ വിളിച്ചേ? മോളെ, നമുക്ക് വാഗമൺ വരെ ടൂർ പോണം. അവിടെ പോയി മൊട്ടക്കുന്നിലൊക്കെ ഒന്ന് കറങ്ങി ആ മുളങ്കാട്ടിലൂടെ ഒക്കെ സഞ്ചരിച്ച് നമുക്ക് വരണ്ടേ? പോണ്ടേ മോളെ? നമുക്ക് പോണം. പക്ഷെ ചേട്ടാ, ഞാൻ ഡ്രസ് ഒന്നും എടുത്തില്ല. ഡ്രസ് എന്തിനാ മോളെ? നമുക്ക് എന്തായാലും പോയിട്ട് വരും. ഞാൻ റെഡി ആയിട്ട് വരട്ടെ. ബാക്കിയൊക്കെ അവിടെ ചെന്നത് ഇതുപോൾ അമലേട്ടാ. ഏകാന്ത സന്ധ്യ
നീതു ആ? ഞാനൊരു തീരുമാനമെടുത്തു. എന്ത് തീരുമാന? ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേറ്റിംഗ്. നമ്മൾ കർണാടക വഴി ഗോവയ്ക്ക് പോകുന്നു. അതെന്തിനാ ഗോവയിൽ പോകുന്നേ? അവിടെ ആകുമ്പോ റൈഡ് ഇല്ല. ആ ശരിയാ. അല്ല ഞാൻ ഡ്രസ് ഒന്നും എടുത്തില്ല ചേട്ടാ. ഈ നീതു എന്താ പറയുന്നത്? ഈ ഗോവയിൽ വരുന്ന ഏതെങ്കിലും ഒരു മദാമ ഡ്രസ് ഇട്ട് നീതു കണ്ടിട്ടുണ്ടോ? പിന്നെ നമുക്ക് എന്തിനാ ഡ്രസ്? ഓ ശരി. റെഡി ആയിട്ട് വരാം. നീതു ബേബി. ഷെഫീഖക്ക. ബേബിക്കോ? അയ്യോ ഫെവിക്വിക്കല്ല. ഷെഫീഖക്ക. ആ. എന്തിനാ എന്നെ വിളിച്ചത്? മോളെ ഇന്ന് വരെ കേരളത്തിൽ ഒരു കാമുകന്മാരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കണം. അയ്യോ അങ്ങനെ ഒരു വഴി കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടല്ലോ മോളെ ഒരു വെറൈറ്റി. ഇതുവരെ ആരും പോകാത്ത രീതിയിൽ എന്റെ യാത്ര ഞാൻ ആഗ്രഹിക്കുന്നത് ട്രെയിനിലൂടെയാണ്. ട്രെയിൻ സാധാരണ തുരങ്കമൊക്കെ ഉള്ള ട്രെയിൻ ഉണ്ടല്ലോ. അതെന്തിനാ ചേട്ടാ തുരങ്കം വഴി പോകുന്നത്? തുരങ്കാകുമ്പോ കുറച്ചു നേരം ഇരുട്ടുണ്ടല്ലോ. അയ്യോ അതിപ്പോ കോട്ടയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ല കുറച്ച് നേരം ഇരുട്ട് കിട്ടണം. അതിപ്പോ കൊങ്കൺ ഡ്രൈവ് ഉണ്ട്. കൊങ്കൺ ഡ്രൈവ് അപ്പൊ കുറച്ച് സമയം ഇരുട്ട് കിട്ടുന്നില്ലേ? ഒരു നഗ്ന സത്യം ഞാൻ എനിക്ക് മോളോട് ഇരുട്ടത്ത് പറയണം. അതെന്തിനാ ഇരുട്ടത്ത് നഗ്ന സത്യം പറയുന്നത്? നഗ്ന സത്യം പറയാൻ ഏറ്റവും നല്ലത് ഇരുട്ടാണ് മോളെ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റൂട്ട് പിടിച്ചത്. ആണോ? ഓക്കേ മോളു നമുക്ക് പോകണ്ടേ? വാഗമണ്ണ്. ആരാണിത്? ഇത് എന്റെ കൂടെ പഠിച്ച ഫ്രണ്ടാ. അല്ല ഇതാരാണ്? ഇത് എന്റെ മാമന്റെ കസിനാ. പേരെന്താണ്? നൗഷാദ്. നൗഷാദല്ല, ഷെഫീഖ്. അത് പിന്നെ ഇന്റർ കാസ്റ്റ് മാരേജ് ആയിരുന്നു. അയ്യോ അതൊക്കെ വലിയ കഥയാ, നമുക്ക് പോകുമ്പോ പറയാം. ഇതാരാണ്? ഇതും എന്റെ കൂടെ പഠിച്ച ഫ്രണ്ടാ. എന്നാ പോ നമുക്ക് മോളെ. ഫ്രണ്ട് എന്തിനാണ് കയ്യൊക്കെ പിടിക്കുന്നത്? കയ്യിൽ ഇതാരാണ്? ഇത് അമല്. അമൽ. ഇത് കൂടെ പഠിച്ച ഫ്രണ്ടാ. ആണല്ലേ? കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. അമൽ എന്ത് ചെയ്യുന്നു? അമല് അസയ്യാ. അല്ലാത്തപ്പോ എന്ത് ചെയ്യുന്നു? പഞ്ചറൊട്ടിക്കാൻ പോകും. പഞ്ചർ ഒട്ടിക്കാൻ പോകുന്നതല്ല, നല്ല പഞ്ചിൽ ഇടി കൊടുക്കുന്നു. ഓ അങ്ങനെ. താനാരാ? എന്റെ പേര് പറഞ്ഞില്ലേ ഷെഫീഖ്. ഷെഫീഖ് എന്ത് ചെയ്യുന്നു? ഞാൻ തോട്ടിൽ മീൻ പിടുത്തം. തോട്ടിൽ മീൻ പിടുത്തം. മീൻ പിടുത്തല്ല, ഈ ഹൈക്കോർട്ട് വക്കീലാണ്. വക്കീലായിട്ട് പോകും. കേസ് കുറവാണ്. പറഞ്ഞോ. അതായത് ബഹുമാനപ്പെട്ട വക്കീലും ബഹുമാനപ്പെട്ട എസ്ഐയും അറിയുവാൻ ഞങ്ങൾ വാഗമണ്ണ് പോയിട്ട് അടിച്ച് പൊളിച്ചു വരാം. മോളെ വാ മോളെ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസക്ക് മേടിച്ച ചുരിദാർ ഇട്ടോണ്ട് നീ ഇവിടെ വാഗമണ്ണി കൊണ്ട് പോകണം. നിങ്ങൾക്കറിയാമോ എവിടെ പോയി? നിങ്ങൾക്കറിയാമോ ഒരു മാസത്തിൽ 25 ചുരിദാറാണ് എന്നെ കൊണ്ട് ഇവിടെ മേടിപ്പിക്കുന്നത്. 25. ഇങ്ങോട്ട് മാറിക്ക. ഇടത് വാക്കിനാ. 25 ചുരിദാർ നീ മേടിച്ചു കൊടുക്കുമ്പോ അതിന് ചേരുന്ന കമ്മലും മാലയും വളയും മേടിച്ചു കൊടുക്കുന്നത് ഇങ്ങോട്ട് തിരിയടാ. നീ കമ്മലും മാലയും വാങ്ങിച്ചു കൊടുത്തപ്പോ അതിനനുയോജ്യമായ ചെരുപ്പ് കൊലുസ് വാങ്ങിച്ചു കൊടുത്തത് ഞാനാണോ? ബേബി നീ ഞങ്ങളെ 3 പേരും വഞ്ചിക്കായിരുന്നു. ബേബി നീ 3 പേരും അങ്ങനെ പറയില്ലേ ഷെഫീഖ്, അങ്ങനെ പറയില്ലേ. എന്താണ്? എടാ അമലെ, 7 മണി തൊട്ട് 8 മണി വരെ ഞാൻ നിന്നെ വിളിക്കാറില്ലേ? പറ, ഞാൻ ചതിച്ചോ? പറ. ഷെഫീഖ്, ഞാൻ 9 തൊട്ട് 10 മണി വരെ നിങ്ങളെ വിളിക്കാറില്ലേ? ഞാൻ ചതിച്ചിട്ടുണ്ടോ? പറ. ജയ്സൺ ചേട്ടാ, 12 മണി തൊട്ട് 2 മണി വരെ ഞാൻ നിങ്ങളെ വിളിക്കാറില്ലേ? 100%. ഞാൻ ചതിച്ചോ? പറ. നീ എന്താ പറഞ്ഞാലും ഞങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പരസ്പരം ഞങ്ങളെ 3 പേരെ നീ വഞ്ചിക്കുമായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു മോളെ. തിരിച്ചറിഞ്ഞു. എക്സ്ട്രാ കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ചെയ്യാതെ എനിക്ക് എക്സ്ട്രാ ഒന്ന് പറഞ്ഞു കൂടണം. നിങ്ങൾ തമ്മിൽ വഴക്കൂടണ്ട. എന്തായാലും 3 പേരും പരസ്പരം കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇത് 4മതൊരാൾ അറിയരുത്. അതാരാണ് ഇനി 4മതൊരാൾ? എന്റെ ഭർത്താവ്. എക്സ്ട്രാ കൈ പറഞ്ഞേട്ടാ ഇത്രയൊക്കെ ചെയ്യാൻ അറിയാതുള്ള എനിക്ക് എക്സ്ട്രാ കൈ തിട്ടൂടെ.